അങ്ങനെ മധുവിധു റിലീസായി ഷറഫുദ്ദീൻ കല്യാണി കോംബോയിൽ വിഷ്ണു അരവിന്ദിന്റെ ഡെബ്യൂട്ട് ഡയറക്ഷൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫൺ പാക്ഡ് ഫാമിലി ഡ്രാമയാണ് മധുവിധു. ആഞ്ഞിലിമൂട് തറവാടും അവിടുത്തെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ഫാമിലി മെമ്പേഴ്സും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയാണ് ഈ ഫിലിമിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി കാസ്റ്റ് ആൻഡ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ജഗദീഷ് ചേട്ടനാണെങ്കിലും സായികുമാർ സാർ ആണെങ്കിലും കല്യാണി ആണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും അസീസ് നെടുമങ്ങാട് ആണെങ്കിലും സഞ്ജയ് മധു ആണെങ്കിലും എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഹ്യൂമറിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ മൊത്തത്തിൽ ഹ്യൂമർ റാപ്ഡ് ആണ്. സോ ഈച്ച് ആൻഡ് എവറി സീനിലും നമുക്ക് ഹ്യൂമറിൻ്റെ എലമെൻറ്റ്സ് കാണാൻ പറ്റും. ദെൻ ജഗദീഷ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഓടി നടന്നിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ആ സിനിമ കണ്ടാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. സായികുമാർ സാറിൻ്റെ ആണെങ്കിൽ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു മീറ്ററിലൊക്കെ തന്നെ ആൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിന്ദു പണിക്കർ മാമിൻ്റെ ഒരു സീനിൽ മാമിൻ്റെ എൻട്രിയും മാമിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയും ഒക്കെ അതിലുള്ള ആ ഹ്യൂമറൊക്കെ റിയലി വർക്ക് ആയിട്ടുണ്ട്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഇത് ഒരു ഹ്യൂമർ പാക്ഡ് ഫൺ പാക്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി ഡ്രാമയാണ്. സോ ഈച്ച് ആൻഡ് എവറി സീനിലും നിങ്ങൾക്ക് ആ ഫൺ എലമെൻറ്റ്സ് കാണാം. ഈവൻ ദോ അതൊരു ഇമോഷണൽ സീൻ ആണെങ്കിൽ കൂടി അവിടെ ആ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. അത് കൃത്യമായി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അമൽ ജോസ് ആൻ്റണിയുടെ ക്യാരക്ടറാണ്. ഷറഫുദ്ദീൻ്റെ അനിയനായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ജെൻസി 2K കിഡ്. ഷറഫിൻ്റെ ആ ഒരു ഹ്യൂമറിന് അനുസരിച്ച് പിടിച്ചു നിൽക്കാൻ ഒപ്പത്തിനൊപ്പം നിന്നിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ദെൻ അസീസ് നെടുമങ്ങാട് ആൻഡ് സഞ്ജയ് മധു കോംബോ അത് റിയലി വർക്കിംഗ് ആണ്. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അസീസക്കയുടെ ഒക്കെ ഒരു ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് വളരെ ഇരിക്കുന്ന ഓഡിയൻസിന് അവരുടെ ഉള്ളിൽ ചിരി ഉണ്ടാക്കാനും ആ സീനിൻ്റെ ഇമ്പാക്റ്റ് അവരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒന്നെന്ന് പറയുന്നത് ഫിലിമിലെ സോങ്സ് ആണ്. ഈ ഫിലിം മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ചിൽ വൈബിലിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ആ സിനിമയുടെ ആ ചിൽ വൈബ് അല്ലെങ്കിൽ ആ ഒരു ഫൺ എലമെൻറ്റ് വളരെ കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോങ്സ് ആണ് ഹിഷാം ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ഓൾവേസ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഈച്ച് ആൻഡ് എവറി സോങ് ഈ പറയുന്ന ഫൺ വൈബ് അല്ലെങ്കിൽ ഈ ചിൽ വൈബ് കൃത്യമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സോങ്സ് ആണ് ഇതിലുള്ളത്. ആൻഡ് ഇത് എല്ലാ ഫാമിലീസിനും വളരെ ഹാപ്പിയായി റിലാക്സ്ഡ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി കോമഡി ഡ്രാമയാണ് മധുവിധു.